ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതി ചേച്ചിയുടെ സ്വർണം എങ്ങനെയാണ് മുക്കുപണ്ടായെന്നുള്ള കാര്യം ഉറപ്പായിട്ടും സച്ചിയേട്ട നമുക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സച്ചിയെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ അച്ഛമ്മയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ആക്കി ബസ്സെല്ലാം കയറ്റിക്കൊടുത്ത് നമ്മുടെ സച്ചി വീട്ടിലേക്ക് ഒരു വരവ് വരുന്നുണ്ട്. സച്ചി ഉള്ളിലേക്ക് കയറി വരുമ്പോ ശ്രുതിയും ആണെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് ഷോറൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അവര് പോകുന്ന സമയത്ത് ഇപ്പോ ബിസിനസ് കുറച്ച് ഡള്ളാണല്ലോ, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തിനാ ശ്രുതി ഇപ്പോ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്? ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, നമുക്ക് എന്തായാലും 1 lakh പ്രോഫിറ്റ് വന്നല്ലോ, വന്നു എന്ന് കരുതിയിട്ട് നമുക്ക് അതുപോലെ തന്നെ വീണ്ടും ബിസിനസ് കിട്ടണല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞതാണ്. ശരി വാ, എന്നെ പാർലറിൽ ഇറക്കി വിട്ടിട്ട് ശ്രുതി കടയിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങ് ഇറങ്ങുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രണ്ടുപേരും പോകുന്നത് കാണുമ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ എങ്ങോട്ട് പോവാനാണ്? ഷോറൂമിലേക്ക്. അതൊക്കെ മെല്ലെ പോയാൽ മതി, ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയി, നമുക്ക് പോവാൻ ശ്രുതി എന്ന് പറഞ്ഞ് സച്ചിയെ മാറ്റിങ്ങാണ്ട് അങ്ങ് പോവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഡോറങ്ങ് ക്ലോസ് ചെയ്യാണേ. നീ എന്തിനാടാ ഡോറ് ക്ലോസ് ചെയ്യുന്നത്? അതൊക്കെ പറയാം അച്ഛ എന്ന് പറഞ്ഞ് ആദ്യം വിളിക്കുന്നുണ്ട്. ശ്രീകാന്തെ, വർഷേ, എല്ലാവരും വാ. സച്ചി, നീ അമ്മയെ ബസ് കയറ്റി വിട്ടോ എന്ന് രവി വന്നോടനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തു അച്ഛ. ഇത് കണ്ടോ, ഇവൻ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഷോറൂം പോവാൻ വിടാതെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഷോറൂമിൽ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് സച്ചി. ഇപ്പോ എന്തിനാണ് എല്ലാവരും ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഒരു ചെറിയ പഞ്ചായത്ത്, ചെറിയ കാര്യം ഒന്ന് വസൂലാക്കാനുണ്ട്. രവിയേട്ട, ഇവൻ എന്തൊക്കെയാ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഇവരൊന്നും ജോലിക്ക് പോകാൻ വേണ്ടി സമ്മതിക്കാതെ. എന്താ സച്ചി കാര്യമെന്ന് രവി ചോദിക്കുമ്പോ, അച്ഛ പറയാം, രേവതി നീ പോയിട്ട് എടുത്തിട്ട് വാ, അച്ഛനിരിക്കെ. ഇവളെങ്ങോട്ടാ പോകുന്നതെന്ന് ചന്ദ്ര രേവതിയുടെ പോക്ക് കണ്ട് ചോദിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യേ, ഇപ്പൊ അവള് വരും. ഈ ശബ്ദമൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ശ്രീകാന്തും അതുപോലെ വർഷയും അവരാണെങ്കിൽ പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുവാണ്. പോകുന്ന സമയത്ത് ഓൾറെഡി ലേറ്റ് ആയി ശ്രീകാന്ത് എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ഇത് കേട്ട സച്ചി, വർഷേ, എല്ലാവരും നിർത്തിയിട്ട് വേണം ഇവിടെ പഞ്ചായത്ത് നടത്താൻ, അതുകൊണ്ട് നീ കുറച്ച് ലേറ്റ് ആയിട്ട് പോയിട്ട് ശബ്ദം കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. സ്വർണം കയ്യിൽ മേടിച്ച് സച്ചി നേരെ കൊണ്ടുപോയിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കുവാണ്. എന്താടാ ഇത് സച്ചി? അച്ഛ, ഇതൊക്കെ സ്വർണ്ണമാണ്. അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചു തന്നില്ലേ, ആ സ്വർണം തന്നെ. ഇതെന്തിനാണ് നീ ഇവിടെ കൊണ്ടുവെക്കുന്നത്? അപ്പോഴേക്കും അമ്മയ്ക്കും മോനും ടെൻഷൻ തുടങ്ങിട്ടോ. ചന്ദ്രമതി ടെൻഷനായിട്ട് ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, ഇതൊക്കെ എന്തിനെടുത്ത് പുറത്ത് വെക്കുന്നത്? പഞ്ചായത്ത് പറയാനുള്ളത് ഇതിലാണടാ. അച്ഛ, ഈ സ്വർണം ഞങ്ങള് മേടിച്ചത് എനിക്ക് ഇടാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം അച്ഛമ്മയ്ക്ക് ഒരു ചെയിൻ മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്വർണം ഞങ്ങൾ മേടിച്ചത്. ഇത് മാറ്റിയിട്ട് ചെയിൻ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങള് ഒരു കാര്യമില്ലാതെ ഈ സ്വർണം ചോദിക്കില്ല എന്ന്. പക്ഷെ രേവതി ചേച്ചി, നിങ്ങള് അച്ഛമ്മയ്ക്ക് ചെയിന് മേടിച്ചു കൊടുത്തില്ലല്ലോ എന്ന് വർഷ ചോദിക്കുമ്പോ അവിടെയാണ് ടെസ്റ്റ് നടന്നിരിക്കുന്നത്. അച്ഛ, ഈ സ്വർണവുമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് സ്വർണ്ണക്കടയിലേക്കാണ്, ഈ സ്വർണം മാറ്റിയിട്ട് അച്ഛമ്മയ്ക്ക് ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാ സ്വർണം കൊടുത്ത ഉടനെ കടക്കാരൻ പോലീസിന് ഫോൺ ചെയ്തു. അതെന്തിനാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് രവി ചോദിക്കുമ്പോ, എന്താന്ന് വെച്ചാൽ അച്ഛ, ഇതൊന്നും സ്വർണത്തിന്റെ ചെയിൻ അല്ല. അതെന്താണ് അവര് അങ്ങനെ ചെയ്തത്? അതച്ഛാ, വേറൊന്നും കൊണ്ടല്ല, ഈ ആഭരണങ്ങളൊന്നും സ്വർണ്ണല്ല, ഇതെല്ലാം കവറിംഗ് ആണ്. അത് കേട്ട ഉടനെ രവി ആ ആഭരണങ്ങളൊക്കെ കയ്യിലെടുത്ത് നോക്കുന്നുണ്ടേ. എന്താണ് ഈ പറയുന്നത്, ഇത് സ്വർണ്ണമല്ല എന്നോ? അതെ അച്ഛാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംശയം ഉണ്ടായിരുന്നു. കടയിൽ പോയിട്ട് അവര് ഉരച്ചു നോക്കിയപ്പോഴാണ് ഇത് സ്വർണ്ണമല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത്. കല്യാണത്തിന് രേവതി ഇട്ട സ്വർണം എങ്ങനെയാണ് അച്ഛാ കവറിംഗ് ആയിട്ട് മാറിയത്? ഇത് അച്ഛൻ തന്നെ ചോദിക്കേ. സച്ചി, നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഇത് എല്ലാം കവറിംഗ് ആണ്. അതെ അച്ഛാ, ഈ സ്വർണങ്ങൾ എങ്ങനെയാണ് കവറിംഗ് ആയത്? ആരാണ് ഇത് മാറ്റിവെച്ചത്? ഇതെല്ലാം എനിക്കിപ്പോ അറിയണം. ഇതെന്താ നിങ്ങൾ അന്ന് തന്നെ പറയാണ്ടിരുന്നെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ, അച്ഛ, ഞാനാണ് പറഞ്ഞത് സച്ചേട്ടൻ്റെ അടുത്ത് അന്ന് ചോദിക്കണ്ട എന്ന്. അതെന്തിനാ രേവതി ചേച്ചി അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് അന്ന് തന്നെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് വർഷ? അന്ന് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു പ്രശ്നമാവുമായിരുന്നു. ഇത് കാരണം അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൽ ഒരു കോട്ടവും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛ ഞാൻ അന്ന് പറയണ്ട എന്നുള്ള കാര്യം പറഞ്ഞത്. തുടർന്ന് സച്ചി പറയാണ്, അച്ഛ, ഞാന് ഈ കാര്യം ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ദേഷ്യപ്പെടുന്നില്ല, ധൃതി പിടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അച്ഛനാണ് ഈ വീട്ടിലെ ന്യായാധിപതി, അതുകൊണ്ട് അച്ഛൻ തന്നെ വിചാരണ ചെയ്തിട്ട് കാര്യം പറ. ചന്ദ്രേ, എന്തൊക്കെയാ ഇത്? എന്ത്? എന്റെ അടുത്തിന് എന്തിനാണ് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്? അല്ല ചന്ദ്രേ, നിന്റെ കയ്യിലല്ലായിരുന്നോ സ്വർണ്ണം ഉണ്ടായിരുന്നത്? അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ ശേഷം ചന്ദ്ര പറയാണ്, ഓ, അപ്പോ ഇതിനകത്തുള്ളതൊന്നും സ്വർണ്ണല്ലേ, കവറിംഗ് ആയിരുന്നോ?
ഇത് എങ്ങനെയാണ് മാറിയത്? ഒന്നും അറിയാത്ത ആളെ പോലെ സംസാരിക്കുകയാണ്. അത് തന്നെയാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. സച്ചേട്ടാ, ഇത് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയോ എന്ന് ശ്രീകാന്ത് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. എടാ, നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കി. 2 ദിവസമായിട്ട് എന്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത് ഇത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു, ഈ സ്വർണം എങ്ങനെയാണ് കവറിങ് ആയത് എന്നുള്ള കാര്യം. ചന്ദ്രേ, നീയാണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് രവി പറയുമ്പോ ഞാൻ എന്ത് പറയാനാ, എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. അന്ന് ഇവള് വലിയ ശബ്ദമൊക്കെ ചെയ്തിട്ട് സ്വർണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഊരിട്ട് എന്റെ കയ്യിൽ തന്നു. അത് അവിടെ തിരികെ ചോദിച്ചപ്പോ അതുപോലെ തന്നെ ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്തു. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, തവിട് കൊണ്ടുവച്ചിട്ട് തങ്കമായിട്ട് മാറി എന്നുള്ള കാര്യം. അതുപോലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? ഞങ്ങളാണോ കഥ പറഞ്ഞത്? അമ്മേ, ഈ സ്വർണം എങ്ങനെയാ മാറിയെന്ന് ഇന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ന്യായപടി നോക്കുന്ന സമയത്ത് ഞാനാണ് നിങ്ങളടുത്ത് ചോദിക്കേണ്ടത്. അന്ന് നിങ്ങൾ തരുന്ന സമയത്ത് സ്വർണം തന്നെയായിരുന്നോ അതോ കവറിംഗ് ആയിരുന്നോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്? ഇപ്പോ എന്റെ കയ്യിൽ നിന്ന് മാറിയെന്നാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ അമ്മായിയമ്മ റോൾഡ് ഗോൾഡ് ആണോ തന്നതെന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും അത്രയും നേരം ടെൻഷൻ അടിച്ച് നിന്ന സുധിയുടെ മുഖത്ത് ഒരു സന്തോഷം വരികയാണ്. കാരണം അമ്മ നന്നായിട്ട് ഡ്രാമ കളിക്കുന്നുണ്ടല്ലോ, ഇതില് അവര് പെടില്ല എന്ന് വിചാരിച്ച്. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നതെന്ന് രേവതി ചോദിക്കുമ്പോ ഇതിലിത്ര പറയാൻ മാത്രം എന്തിരിക്കുന്നു? ഞാനും വിചാരിച്ചായിരുന്നു അന്ന് ഇവൾ ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് സ്വർണ്ണമെല്ലാം ഊരി തന്നല്ലോ എന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്, കവറിംഗ് സ്വർണ്ണം ആയതുകൊണ്ടാണല്ലേ അന്ന് അയച്ചു തന്നത്. ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോൾ, ചന്ദ്രേ, ഇത് കല്യാണത്തിന് മേടിച്ചിരിക്കുന്ന സ്വർണ്ണമാണ്. അതിന് രവിയേട്ട എന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എന്റെ കയ്യിൽ തന്നിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ, അതുവരെ ഇവളല്ലായിരുന്നു അണിഞ്ഞോണ്ട് നടന്നത്. ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിൽ പോയിട്ട് വരാറുണ്ടല്ലോ, അപ്പോ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നപ്പോ അത് മാറ്റിയിട്ടുണ്ടാകും. എന്താടി, നീ അവിടെ കൊണ്ടുപോയിട്ട് മാറ്റിയോ? അമ്മയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അമ്മേ, അങ്ങനത്തെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. 1 രൂപയാണെങ്കിലും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് തന്നെ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ, ഇത് ചേച്ചിക്ക് ആദ്യം അറിയായിരുന്നു കവറിംഗ് സ്വർണ്ണാണെന്ന് വെച്ചാല് അവര് എന്തായാലും സ്വർണ്ണക്കടയിലേക്ക് അത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവില്ലായിരുന്നല്ലോ. അത് ശരിയാണല്ലോ ശ്രീകാന്തേ. രേവതി ചേച്ചി കവറിംഗ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് എങ്ങനെയാണ് സ്വർണ്ണക്കടയിലേക്ക് വിൽക്കാൻ വേണ്ടി എടുത്തോണ്ട് പോകുന്നത്? ഒരുപക്ഷെ സച്ചി ചീത്ത വിളിക്കുന്നു വിചാരിച്ചിട്ട് രേവതി അങ്ങനെ ചെയ്തതായിരിക്കും എന്ന് ശ്രുതി പറയുമ്പോ, ശ്രുതി വേണ്ട, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കരുത്. അല്ല, നീ അന്ന് സച്ചിക്ക് കാറൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പൂവൊക്കെ കെട്ടിയിട്ട് നിനക്ക് സച്ചിക്ക് കാറ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. രേവതിയെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സച്ചി ചുമ്മാതിരിക്കോ? എന്താ പൗഡർ എടുത്ത് ഇനി നിനക്ക് വരുമാനമൊക്കെ കാണിച്ചു തരണോ? എത്ര വരവ് ചെലവ് കണക്കുകളൊക്കെ. എന്റെ ഭാര്യയ്ക്ക് ഒരിക്കലും സ്വർണം വിറ്റിട്ട് കാറ് മേടിച്ചു തരേണ്ട ഗതികേടൊന്നുമില്ല. അവള് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് തന്നെയാണ് എനിക്ക് കാറ് മേടിച്ചു തന്നിരിക്കുന്നത്. ഈ മോഷണം, അതുപോലെ മറ്റുള്ളവരുടെ എടുത്തോണ്ട് പോവല്, ഇതിലൊക്കെ കലാപരമായിട്ട് കഴിവ് തെളിയിച്ച ഒരാളുണ്ടല്ലോ ഇവിടെ. നീ ഇപ്പൊ ആരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് എന്തിനാ ഞങ്ങളെ വലിച്ചഴക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സോൾവ് ചെയ്തോളൂ. നിങ്ങളുടെ സ്വർണം എങ്ങനെയാണ് കവറിംഗ് ആയെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോ. ശ്രുതി, ടൈം ആവുകയാണ്, നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് പോകുമ്പോഴേക്കും സച്ചി തടഞ്ഞങ്ങ് നിർത്തുവാണ്. ഈ സ്വർണം എങ്ങനെയാണ് കവറിംഗ് ആയെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയാൽ മതി. അച്ഛ, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ടൈമായി ഷോറൂം ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് എന്ന് ശ്രുതി പറയുന്നത് കേൾക്കുമ്പോ, എടാ നിക്കടാ, ഇതില് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാതെ ഞാൻ നിൽക്കുന്നത്. ഇതില് രവിയേട്ട എന്താ ഇതിന് മാത്രമേ അറിയാനിരിക്കുന്നത്? അന്ന് ഇവൾക്ക് സ്വർണം കൊടുത്ത സമയത്ത് കവറിംഗ് സ്വർണ്ണം ആയിരിക്കും രവിയേട്ട കൊടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞങ്ങളുടെ വീട്ടില് അങ്ങനെ ആർക്കും ഒരു പഴക്കവും ഇല്ല. ഒരുപക്ഷെ നീ അറിയാതെ വരെ മാറ്റിയിട്ടുണ്ടാകും. ഞങ്ങള് കഴിവില്ലാത്ത ആൾക്കാർ തന്നെയാണ് അമ്മേ. പക്ഷേ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അധ്വാനത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് എന്റെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കലും എന്റെ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തുമില്ല. ശരിയാണ്, നിന്റെ അമ്മ ചിലപ്പോ അങ്ങനെ ചെയ്യില്ല. പക്ഷെ നിന്റെ വീട്ടില് മറ്റൊരു മോഷ്ടാവുണ്ടല്ലോ. എന്താ നീ നോക്കുന്നത്? നിന്റെ അനിയൻ മോഷ്ടിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തതല്ലേ? ഒരുപക്ഷെ അവൻ നിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട് ചിലപ്പോ കവറിംഗ് സ്വർണ്ണമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ സുധിയുടെ കുറ്റങ്ങള് നമ്മുടെ രേവതിയുടെ അനിയന്റെ തലയിലേക്ക് ഇടുന്നുണ്ടല്ലോ ചന്ദ്ര. ഇത് കണ്ടിട്ട് സുധിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ടേ. ആ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ ശരിക്കും ഒരു കാരണം നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കാനാ തോന്നുക. ചന്ദ്രേ, അവൻ അന്ന് കയ്യബദ്ധം പറ്റിയതാണ് അവന്. അതെല്ലാം തിരുത്തിയിട്ട് അവനിപ്പോ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അനാവശ്യം പറയരുത് രവിയേട്ട. ആടുന്ന കാലും പാടുന്ന വായും ഒരിക്കലും ചുമ്മാ ഇരിക്കുക ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ
മോഷ്ടിക്കുന്ന കയ്യും ചുമ്മാ ഇരിക്കില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛ, ഈ വീട്ടിലും ഒരു ഓടുന്ന കാലുണ്ടല്ലോ. 50 ലക്ഷം രൂപ എടുത്തോണ്ട് പോയവൻ അവനാണല്ലോ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മോഷ്ടാവ്. സച്ചി, എന്ത് വർത്താനാ നീ പറയുന്നത്? സുധി ഇപ്പൊ ഒരു ബിസിനസ്മാൻ ആണ്. നിങ്ങളുടെ സ്വർണം മാറിയതിന് എന്തിനാ സുധിയെ കുറ്റപ്പെടുത്തുന്നത്? സുധി ഇപ്പോ ലാക്സിലാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലത്തെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും സുധി ഒരിക്കലും ചെയ്യില്ല. ശ്രുതി, ഇവളുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു സംഭവം നമ്മുടെ നേർക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് അവൾ നോക്കുന്നതെന്ന് ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോ, അമ്മേന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങളെ വീട്ടിലുള്ള ആരും അങ്ങനെ ചെയ്യില്ല എന്ന്. അതും ഭയങ്കര ഒച്ചത്തിലാണ് പറയുന്നത്. എന്താടി നീ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്? നിന്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്തു എന്നാണോ നിങ്ങൾ പറയാൻ വേണ്ടി വരുന്നത്? അതിനു വേണ്ടിയിട്ടാണോ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ഡ്രാമ കളിക്കുന്നത്? ചന്ദ്രേ, ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നു, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. അതിനിടയ്ക്ക് നീ ഒരാളെ മേലും പഴി ചാരാൻ വേണ്ടി നിൽക്കണ്ട. രവിയേട്ട, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെയല്ലേ കളിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഞാൻ ആരെയും കളിയാക്കാനൊന്നും അല്ല ശ്രമിക്കുന്നത്. സ്വർണ്ണം എങ്ങനെ മാറിയെന്നുള്ള കാര്യം എനിക്കിപ്പോ അറിയണമെന്ന് സച്ചി. ഇത് നോക്ക്, നിങ്ങൾ തന്ന സ്വർണം ഞാൻ അതുപോലെ തന്നെ തിരിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എന്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ വേണ്ടി വരണ്ട. ഇവളാണല്ലോ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് വരുന്നതെന്ന് വീണ്ടും പറയാണ് കേട്ടോ ചന്ദ്ര. അത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്റെ അമ്മയെ കുറിച്ചിട്ട് ഇനി ഒരു അക്ഷരം പോലും അനാവശ്യമായിട്ട് സംസാരിക്കരുത്. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടുകാർക്ക് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല എന്ന്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നടുവേദനയും കാലുവേദനയും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ടും അമ്മ പൂ കെട്ടിയിട്ട് അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ മോഷ്ടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് രോക്ഷം കൊള്ളുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട സച്ചിയാണെങ്കിൽ, രേവതി നീ എന്തിനാ ഇപ്പൊ ഇതിന് മാത്രം ഫീൽ ചെയ്യുന്നത്? എല്ലാം നമ്മുടെ നേർക്ക് തിരിച്ചുവിടാനുള്ള പരിപാടിയാണ്. നിങ്ങളാണ് എന്റെ മേല് പഴിച്ചാരാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്വർണം മാറിയത് എന്തായാലും നിന്റെ അമ്മായിമ്മയുടെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും സച്ചിയുടെ മുഖത്ത് നോക്കി പറയാണേ. ചന്ദ്രേ, നീ വെറുതെ ആവശ്യമില്ലാത്ത സംസാരിക്കണ്ട. ഈ സ്വർണവും ചെയിനും എല്ലാം മേടിച്ചു കൊടുത്തത് എന്റെ അമ്മയാണ്. പിന്നെ എങ്ങനെ ഈ സ്വർണം മാറിയത്? അങ്ങനെ ചോദിക്കച്ചാ, അച്ഛമ്മ ഇട്ട സ്വർണം എങ്ങനെ മാറിയത്? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഒരുപക്ഷെ അവരും കവറിംഗ് സ്വർണ്ണമായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ചന്ദ്രേ, നാക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് നീ എന്തും സംസാരിക്കാന്ന് വിചാരിക്കണ്ട. നാട്ടിലുള്ള എല്ലാവർക്കും വാരി കൊടുക്കുന്ന ഒരാളാണ് എന്റെ അമ്മ. എന്റെ അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രേ, എന്റെ താനി സ്വരൂപം നീ അറിയും. അല്ല രവിയേട്ട, ഒരുപക്ഷെ അമ്മ പണിയിച്ച് അവിടുന്ന് ചിലപ്പോ അമ്മയെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവോ എന്ന് ചോദിക്കുകയാണേ. ഇതെന്താ ആന്റി ഒരു ലോജിക്കും ഇല്ലാതെ സംസാരിക്കുന്നത്? രേവതി ചേച്ചിയുടെ വീട്ടിൽ നിന്നും കവറിംഗ് ആണ് തന്നെന്ന് പറയുന്നു, പിന്നെ അച്ഛമ്മയും കവറിംഗ് ആണ് തന്നെന്ന് പറയുന്നു. അപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ സ്വർണം മാറിയെന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് ശ്രീകാന്ത് പറയാണേ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോ എന്നെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, അമ്മേ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്തോ ചെയ്തു വെച്ചിട്ട് അവസാനം നമ്മുടെ നേർക്ക് പ്രശ്നം തിരിച്ചു വിടാനുള്ള പരിപാടിയാണ്. ഇത് നോക്കി രവിയേട്ട, അവൾ എനിക്ക് തന്ന അതേ സ്വർണം ഞാൻ തിരികെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവളുടെ സ്വർണം എടുത്തിട്ട് എനിക്ക് ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല. സ്വർണം മാറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവളുടെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും മാറിയിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നാട്ടിൽ നിന്നാണല്ലോ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാറ്. അവിടെ ഒരു പക്ഷേ നിങ്ങളുടെ അമ്മ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും. അല്ലാതെ എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട. തുടർന്ന് വർഷ പറയുന്നുണ്ട്, അങ്കിൾ നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. അത് കേട്ട ഉടനെ സുധിയും അതുപോലെ ചന്ദ്രമതിയും ഞെട്ടിത്തരിച്ചു നിൽക്കുവാണേ. പോലീസോ? അതെന്തിനാന്നുള്ള കാര്യം സുധി ചോദിക്കുകയാണെ. കാരണം പേടിച്ചിട്ട് വായെന്ന് അറിയാതെ ചോദിച്ചു പോകുന്നതാണ്. സുധിയേട്ടൻ എന്തിനാ ടെൻഷൻ ആവുന്നത്? അതല്ലടാ, നമ്മുടെ ഫാമിലി വിഷയം പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോകണോ? പോലീസ് ഒന്നും എന്തായാലും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവരെല്ലാരും നമ്മളെ നോക്കി ചിരിക്കത്തേ ഉള്ളൂ. ഇത് കേട്ട് സച്ചിയും പറയുന്നുണ്ട്, അച്ഛാ പോലീസിന്റെ ഒന്നും ആവശ്യമില്ല, എന്തോ ഒരു ഗോലുമാലി ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. എന്തായാലും ഈ കാര്യം ഞാൻ ഇങ്ങനെ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. സ്വർണം എങ്ങനെയാ മാറിയെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ പഞ്ചായത്ത് തൽക്കാലത്തേക്ക് അവസാനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സുധി റൂമിൽ നിൽക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്ര റൂമിന്റെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അമ്മേ, ഞാൻ വിചാരിച്ചു നമ്മൾ പിടിക്കപ്പെടുമോ എന്നുള്ള കാര്യം. എന്തായാലും അമ്മയുടെ പെർഫോമൻസ് കിടിലനായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കൈ താഴെ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് കുലുക്കുന്നുണ്ട്. അപ്പോഴും ചന്ദ്രയുടെ മുഖത്ത് ഒരു സന്തോഷമൊന്നുമില്ല. നീയൊന്ന് കൈവിടടാ, കുറച്ച് സമയത്തേക്ക് എന്റെ ജീവൻ നിലച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. തൽക്കാലം രേവതിയുടെ അമ്മയുടെ പേരിലും അതുപോലെ തന്നെ അച്ഛമ്മയുടെ പേരിലൊക്കെ ഞാൻ പ്രശ്നം തിരിച്ചു വിട്ടു. അതെന്തായാലും നന്നായി അമ്മേ, നമ്മുടെ മേല് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇത് കേട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല സുധി, നിനക്ക് ശരിക്കും അറിവുണ്ടോ ഇല്ലയോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? എടാ സച്ചി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ അവന് സംശയം വന്നതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും അവൻ കണ്ടുപിടിക്കും എന്നുള്ള സംശയം
എന്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. എനിക്ക് ജനിച്ച 3 മക്കളില് നീ ഒറ്റൊരുത്തൻ മാത്രമാണടാ എന്നെ ഇങ്ങനെ പെടാപ്പാട് പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നടുരാത്രിയിലാണടാ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് വേദന വന്നത്. അത്രയും വേദന ഞാൻ സഹിച്ചിട്ടുണ്ട്. ഇതുവരെയും നീ കാരണം അനുഭവിക്കാൻ തുടങ്ങിയ വേദന അവസാനിച്ചിട്ടേ ഇല്ല. അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാന്ന് പാവത്താനെ പോലെ ചോദിക്കുമ്പോ ആദ്യം നീ പാവത്താനെ പോലെ മോന്ത പിടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ആദ്യം നിർത്ത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കള്ളം പറഞ്ഞിരിക്കുന്നത് നിനക്കൊരുത്തിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ മേലോട്ട് പോകുന്ന തോന്നുന്നത്. അമ്മേ, ഒരിക്കലും അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് മാത്രം നീ നന്നായിട്ട് സംസാരിക്കേ. ഇത് നോക്ക് സുധി, സച്ചി എന്തായാലും പോലീസുകാരനെ പോലെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടെത്തുന്നത് വരെ അവൻ ഇതിന്റെ പുറകെന്ന് വിടില്ല. ഉടനെ തന്നെ ഇതുപോലത്തെ സ്വർണം മേടിച്ചു വെക്കണം. അതിനമ്മേ ഇത് കവറിംഗ് ആണെന്നുള്ള കാര്യം അവൻ തന്നെ കണ്ടുപിടിച്ചില്ലേ എന്ന് കരുതി ഇത് അങ്ങനെ വിട്ടുകളയാൻ വേണ്ടി പറ്റുമോ? എങ്ങനെയെങ്കിലും സ്വർണം മേടിച്ചു വെച്ചാലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അമ്മ, ആദ്യം മോഷണം പോയ സാധനങ്ങളൊക്കെ തിരികെ കിട്ടണ്ടേ? പിന്നെ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ ലാഭം വരുന്ന രീതിയിൽ സാധനങ്ങൾ വിൽക്കണ്ടേ? അതൊന്നും എനിക്കറിയേണ്ട ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും നീ പണത്തിനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയേ പറ്റൂ. സച്ചിൻ രേവതി എന്തായാലും നീ ചുമ്മാതിരിക്കില്ല. അതുകൊണ്ട് അവര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റിവെക്കാനുള്ള വഴി നോക്കണം. പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ നാണക്കേടായിട്ട് മാറും. അത് നീ ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി റൂമിൽ നിന്ന് ഇറങ്ങി പോവാണേ. അത് കഴിഞ്ഞ് അടുക്കളയിൽ രേവതിയാണെന്നുണ്ടെങ്കിൽ കാലിതുള്ളിയുടെ പാത്രമൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഇത് കേട്ട് വന്ന സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പാത്രമൊക്കെ എടുത്ത് എറിയുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ അമ്മയ്ക്ക് എന്റെ വീട്ടുകാരെ മാത്രമേ പഴിചാരാൻ വേണ്ടി കിട്ടിയുള്ളൂ. നിന്റെ വീട്ടുകാരെ മാത്രമല്ലല്ലോ, അച്ഛമ്മയുടെ പേരും കുറ്റയിട്ടില്ലേ? ഇനി ഒരു പക്ഷെ സച്ചിയേട്ടാ മോഷ്ടാവ് ആരെങ്കിലും വന്നിട്ടുണ്ടാവോ വീട്ടില്? പിന്നെ നിന്റെ സ്വർണം എടുത്തോണ്ട് പോയിട്ട് അതുപോലത്തെ സ്വർണം ഇമിറ്റേഷൻ മേടിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്? ചുമ്മാ ഇരിക്കും രേവതി. ഇത് ഉറപ്പായിട്ടും ആ സുധിയുടെ പണിയായിരിക്കും. പക്ഷെ അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നല്ലേ പറഞ്ഞത്? സുധിക്ക് വേണ്ടിയിട്ട് അമ്മ എന്തും പറയും. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത്. അപ്പോ അമ്മ അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണോ സച്ചേട്ടൻ പറഞ്ഞു വരുന്നത്? സുധിക്ക് വേണ്ടിയിട്ട് അമ്മ എന്തും ചെയ്യും. എന്തായാലും ഉടനെ തന്നെ അത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഓടി പോയവനെ പിടിച്ചിട്ട് 4 പൊട്ടിച്ചു കഴിഞ്ഞാൽ അവൻ സത്യം പറയും. സച്ചേട്ടാ, അതിനൊന്നും പോവാൻ നിൽക്കണ്ട. അങ്ങനെ അടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രുതി വെറുതെ ഇരിക്കില്ല. വീട് വിട്ട് പോവാ അത് ഇതെന്നൊക്കെ പറയും. പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറും. പിന്നെ വേറെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കുക സച്ചേട്ടാ. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, സത്യം അവന്റെ വായന്ന് തന്നെ പുറത്ത് കൊണ്ടുവരിപ്പിക്കണം. സച്ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സച്ചേട്ടന്റെ ഏട്ടൻ സത്യം പറയില്ല. അത് ശരിയാണ്. പക്ഷെ അതിന് വേറൊരു വഴിയുണ്ട്. എന്താന്ന് ചോദിക്കണ്ടേ രേവതി? അവൻ എന്തായാലും ഈ കവറിംഗ് സ്വർണം മേടിച്ചു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു കടയിൽ നിന്നായിരിക്കുമല്ലോ. അങ്ങനെ സ്വർണം മേടിച്ച കടയിൽ നിന്നാന്ന് പറഞ്ഞിട്ട് വിളിച്ച് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഏത് കടയെന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അറിയാം? കടയുടെ പേരൊന്നും ആവശ്യമില്ല രേവതി. ഈ ആഴ്ചയില് നിങ്ങള് ഞങ്ങളുടെ കടയിൽ നിന്ന് സ്വർണം മേടിച്ചിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ച് തുടങ്ങിയാൽ മതി. അവൻ തന്നെ അവന്റെ വായെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയും. അത് വെച്ചിട്ട് നമുക്ക് കയറി പിടിക്കാം. ഫോണിലതിന് സച്ചേട്ടൻ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏട്ടന് വേഗം മനസ്സിലാവില്ലേ? ഫോണിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സൗണ്ട് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നില്ലേ? പിന്നെ സച്ചേട്ടൻ വലിയ യേശുദാസ് അല്ലേ? സൗണ്ട് വ്യത്യാസമായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് സച്ചേട്ടൻ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏട്ടൻ കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ രേവതി നീ സംസാരിക്കേ. എനിക്ക് സംസാരിക്കാൻ പറ്റൂല. എന്റെ ശബ്ദം വേഗം മനസ്സിലാവും. നിനക്ക് സൗണ്ട് മാറ്റി സംസാരിക്കാൻ അറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. സച്ചേട്ടാ, സൗണ്ട് മാറ്റി സംസാരിക്കുന്ന ഒരാളെ നമുക്കറിഞ്ഞൂടെ? ആരെന്ന് സച്ചി ചോദിക്കുമ്പോ വർഷയില്ലേ ഇവിടെ? ആ, അത് ശരിയാണ്. വർഷ സൗണ്ട് സംസാരിക്കല്ലോ. പക്ഷെ അവള് കുറച്ച് ഓവറായിട്ട് സംസാരിക്കും. ഞാൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് ചെയ്യുമെന്ന് സച്ചി ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും ചെയ്യും. വർഷ ഇപ്പൊ വീട്ടിലുണ്ടോ എന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഇല്ല, അവള് ഡബിങ്ങിന് പോയിരിക്കുകയാണ്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്. വർഷയെ വിളിച്ചിട്ട് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് വരാൻ വേണ്ടി പറ. നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്ന് പറയണേ. അതുപോലെ തന്നെ വർഷയെ വിളിച്ചിട്ട് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്തിന്റെ ഹോട്ടലിലെത്തിയ വർഷയാണ് കേട്ടോ കാണിക്കുന്നത്. റെസ്റ്റോറന്റിലേക്ക് വരുന്നത് കാണുമ്പോ നീ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണോ? ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടായിരുന്നോ എന്നൊക്കെ ശ്രീകാന്ത് കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്. എന്റെ അടുത്ത് രേവതി ചേച്ചിയാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. ചേച്ചി എന്തിനാണ് നിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? എന്തിനാന്നുള്ള കാര്യമൊന്നും തനിക്ക് അറിയില്ല എന്ന് വർഷ പറയാണ്. അപ്പോഴേക്കും സച്ചിയും രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ശ്രീകാന്തിനാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ടെൻഷനാണ്. അവരെ കണ്ട ഉടനെ തന്നെ എന്താ സച്ചിയേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ എല്ലാവരും വന്നത്? പ്രശ്നം തന്നെയാണ്, പക്ഷെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞത്. എന്തിനെ കുറിച്ചിട്ടാണ് സച്ചേട്ടൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ആദ്യം നീ
തനിയെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇടം കാണിച്ചതാ. അവിടെ എത്തിയതിനു ശേഷം പറയാന്ന് പറയുമ്പോ വാ സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലിക്ക് മാത്രം ഇരിക്കുന്ന റൂം ഉണ്ടാവല്ലോ, അവിടെ പോയിട്ട് ഇരിക്കുവാണ് എല്ലാവരും. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ആ സ്വർണത്തിന്റെ കാര്യമാണ്. ഇപ്പോഴും സുധിയെ തന്നെയാണ് തനിക്ക് സംശയമെന്ന് സച്ചേട്ടൻ പറയുമ്പോ സച്ചേട്ടൻ ഇതുവരെ അത് വിട്ടില്ലെന്ന് ചോദിക്കുകയാണേ. അതെങ്ങനെയാണ് വിടാൻ വേണ്ടി പറ്റുന്നത്? അത് രേവതിയുടെ സ്വർണ്ണമാണ്, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് സുധിയേട്ടൻ അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ കടയിൽ 1 ലക്ഷം രൂപ ലാഭം വന്ന കഥയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതില് ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. അത് രേവതി ചേച്ചി, സുധിയേട്ടൻ കടയിൽ സാധനങ്ങൾ വിറ്റതിന്റെ പ്രോഫിറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ശ്രീകാന്തെ, അത് നമ്മളാരെങ്കിലും പോയി കണ്ടോന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇത്രയും നാള് അമ്മയുടെ കയ്യിലായിരുന്നു ആ സ്വർണ്ണം ഉണ്ടായിരുന്നത്, അതെങ്ങനെ പെട്ടെന്ന് മാറിയത്? അപ്പോ അമ്മ മാറ്റിയെന്നാണോ സച്ചേട്ടൻ പറഞ്ഞു വരുന്നത്? നിനക്ക് അമ്മയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിഞ്ഞൂടെ? സുധിക്ക് വേണ്ടിയിട്ട് അവര് എന്തും ചെയ്യും. ഇത് കേട്ട വർഷ പറയുന്നുണ്ട്, എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രൂവ് ഇല്ലാതെ ആരെ കുറിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല, ഒരാളുടെ മേല് പഴിയും ചാരാൻ വേണ്ടി പറ്റില്ല. പ്രൂഫാണ് വേണ്ടത്. തെളിവോട് കൂടിയിട്ട് എങ്ങനെയെങ്കിലും ഈ കാര്യം കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണേ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത്? തനിക്കത് ഓക്കെ ആണെന്ന് വർഷ. ഇത് കേട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്ത് ഇൻവെസ്റ്റിഗേഷൻ? നീ ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോയി ചേരുക. സച്ചേട്ടാ, ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഷളാക്കാതെ ഇങ്ങനെ തന്നെ വിടുന്നല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിലും നീ അങ്ങനെയല്ലേ പറയുള്ളൂ. വർഷയുടെ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന സ്വർണം കവറിംഗ് ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലേ നിനക്ക് അതിന്റെ ഫീൽ എന്താന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ഇന്ന് ഈ പ്രശ്നം നമ്മൾ ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഓരോരോ സ്വർണവും കവറിംഗ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടല്ല സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്തെ, നീ ഒന്ന് മിണ്ടാതിരിക്കോ, അവര് പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കണം. ഇപ്പൊ നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിയുടെ ഹസ്ബൻഡ് ആ സ്വർണം കവറിംഗ് ആക്കി മാറ്റിയല്ലോ. കവറിംഗ് ഏതെങ്കിലും ഒരു കടയിൽ നിന്നായിരിക്കുമല്ലോ മേടിച്ചിട്ടുണ്ടാവുക. ആ സ്വർണം മേടിച്ച കടയിൽ നിന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കണം. നമ്മൾ സാധനമൊക്കെ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് വിളിക്കില്ല എന്ന് സച്ചി ചോദിക്കുമ്പോ, ഓ ഫീഡ്ബാക്ക്, അതെ, അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. അവൻ എന്തെങ്കിലും അബദ്ധവശാല് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിടിക്കപ്പെടുമല്ലോ, അത് നമ്മളാണ് വിളിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, അതിനാണല്ലോ വർഷ ഉള്ളത്, വർഷ പല സൗണ്ടിൽ സംസാരിക്കല്ലോ. ഇത് കേട്ട വർഷ പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ, ഇത് സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു സീരിയലിൽ താൻ യൂസ് ചെയ്യുന്ന വോയിസ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. വർഷ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് റിസ്ക് ആണ് വർഷേ, അതൊന്നും വേണ്ട എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. പക്ഷെ വർഷയാണെന്നുണ്ടെങ്കിൽ റിസ്കിലേ ഉള്ളൂ ഒരു കിക്ക് ഉള്ളത്, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ വായടപ്പിക്കുകയാണ് വർഷ. ശ്രീകാന്ത് പറയുന്നത് ഇനി വീട്ടിൽ വേറൊരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ട് ഈ പ്രശ്നം തൽക്കാലം വിട്ടുകളയാനാണ്. എന്നാൽ വർഷയാണെന്നുണ്ടെങ്കിൽ സച്ചിയോടും രേവതിയോടും കൂടി ചേർന്നിട്ട് എങ്ങനെയും ഇതിന്റെ സത്യം കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് ഒരു ഫ്രണ്ടിന്റെ ഫോണൊക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ശ്രുതിക്ക് നമ്പർ അറിയില്ലല്ലോ, അവന് ഡൗട്ടും വരില്ല. എന്തെല്ലാം സ്വർണ്ണങ്ങളാന്നുള്ള കാര്യം ഞാൻ വർഷയ്ക്ക് എഴുതി തരാം, അതിന്റെ ബേസിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പേപ്പറും പെന്നും ശ്രീകാന്തിന്റെ അടുത്ത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രേവതി പറയുന്ന സമയത്ത്, ഇതൊക്കെ വേണോ ചേച്ചി എന്നാണ് ശ്രീകാന്ത് ചോദിക്കുന്നത്. നീ പോയിട്ട് പെന്നും പേപ്പറും എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പറഞ്ഞു വിടുവാണ്. വർഷേ, നീ നന്നായിട്ട് സംസാരിക്കില്ലേ എന്ന് സച്ചി ഒന്നുകൂടി ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് വർഷ പറയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സുധിയാണ് കേട്ടോ കാണിക്കുന്നത്. സുധിയാണെങ്കിൽ ഷോറൂമില് കസേരയിൽ ഇരുന്നിട്ട് നല്ല ഉറക്കമാണ്. അത് കണ്ടുവന്ന ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സുധിയെ ഒരു ഒറ്റ അടി കൊടുത്തിട്ട് സുധി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്ക് സുധിയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തുനിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പിച്ചും പയ്യും പറയാണ്, എന്റെ 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ തരും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ സാധനങ്ങൾ താ, ഞാൻ സ്വർണ്ണ തരില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി വയ്ക്കുന്നുണ്ട്, ശ്രുതിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ശ്രുതി ഇത് ഞാനാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ആൾക്ക് ബോധം വരുന്നത്. ശ്രുതി, ഞാനൊന്ന് മയങ്ങിപ്പോയതാണ്. അല്ല ശ്രുതി, എന്താ ഇത്, പട്ടാപ്പകല് ഷോറൂമിൽ ഇരുന്നിട്ട് ഉറങ്ങുവാണോ? ശ്രുതി, ഞാൻ കുറച്ച് ടയർഡായി പോയി. അതിരിക്കട്ടെ, എന്താണ് സാധനങ്ങള് 4 ലക്ഷം രൂപ, സ്വർണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞല്ലോ. അത് കേൾക്കുമ്പോ ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അയ്യോ അറിയാതെ വായന്ന് വീണുപോയല്ലോ എന്ന്. അത് വേറെ ഒന്നും അല്ല ശ്രുതി, നമ്മുടെ സാധനങ്ങളൊക്കെ സെയിൽസ് ആയല്ലോ, പിന്നെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ സ്വർണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ, അതെല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. ശ്രുതി, എന്തിനാണ് വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തലയിലേക്ക് എടുത്തു വെക്കുന്നത്? അതൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല. വെറുതെ ആവശ്യമില്ലാത്ത ശ്രുതി അതൊന്നും എടുത്ത് തലയിലേറ്റണ്ട. ശ്രുതി കടയെ കുറിച്ചിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. അന്ന് 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റില്ലേ, അതുപോലെ എങ്ങനെയാണ് സെയിൽസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അന്ന് സാധനങ്ങൾ വിറ്റതുപോലെയാണോന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ എന്ന് ശ്രുതി പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കട കാലിയായി പോകുന്നു അടക്കം പറയാണ് ശ്രുതി. അല്ല, പ്രോഡക്ട്സ് ഒക്കെ പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്ന രീതിയിൽ സെയിൽസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞതായിരുന്നു. അത് തന്നെയല്ലേ ശ്രുതി നമുക്കും നല്ലത്. രണ്ടുപേരുടെ സംസാരത്തിന്റെ ഇടയ്ക്കാണ് ശ്രുതിയുടെ ഫോണിലേക്ക്
വിമല വിളിക്കുന്നത്. വിമലയുടെ കോളാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഒരു ക്ലയന്റ് വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കുകയാണ്. ശ്രുതി അങ്ങ് മാറി നിന്ന് സംസാരിക്കുമ്പോഴേക്കും സുധിയുടെ ഫോണിലേക്ക് കോള് വരികയാണ്. വർഷയാണ് വിളിക്കുന്നത്. ഓൾഡ് ഗോൾഡ് ജ്വല്ലറി എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ലാസ്റ്റ് സൺഡേ നിങ്ങള് ഞങ്ങളുടെ ജ്വല്ലറി കടയിൽ നിന്ന് കുറച്ച് കവറിംഗ് സ്വർണ്ണങ്ങൾ മേടിച്ചിട്ടില്ലായിരുന്നോ? സോറി ഐ ഡിഡന്റ് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷയും തിരിച്ച് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നുണ്ട്. മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ വർഷ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് കുറച്ചു നേരം സുധി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അതേസമയം സുധിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് വർഷ വീണ്ടും ഇങ്ങനെ പറയാണ്, സുധിയെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണല്ലോ കുരുക്കാൻ വേണ്ടിയിട്ട്. സാർ ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ 30% ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറിന് വന്ന് മേടിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കൊന്നും ആവശ്യമില്ല എന്ന് സുധി പറയുന്നുണ്ട്. എന്തായാലും അവൻ കറക്റ്റ് നമ്മുടെ കുളത്തിൽ വീഴാൻ വേണ്ടി പോവാണ്. സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് വർഷയെ കൊണ്ട് വീണ്ടും വീണ്ടും സംസാരിപ്പിക്കുകയാണ് സച്ചി. സുധി ഈ കുരുക്കിൽ വീഴോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. ബാക്കി എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്